ആറാട്ടുപുഴ മുന്നേ നടക്കണ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു പൂരമാണ് പെരുവനം പൂരം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീടിൻ്റെ ഇത്രയും അടുത്തായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ പൂരത്തിന് പോകുന്നത്. അപ്പം ഞാനും എൻ്റെ അനിയൻ സച്ചിനും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആനകൾ അവിടെ നിന്ന് ഇപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂരമൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലെന്ന്. ഇത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആനയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേർപ്പ് ഭഗവതിയുടെ ചമയ പ്രദർശനം കാണാനായിട്ടാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചമയ പ്രദർശനം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ഭംഗിയായിട്ട് അവർ ഒരുക്കി വെച്ചേക്കണം. അപ്പോൾ ഇത്രയും തൃശ്ശൂരുകാരിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചമയ പ്രദർശനം കാണുന്നത് ഗൈസ്. അവിടെ നിന്ന് നേരെ ഊട്ടോളി അനന്തനെയൊക്കെ കണ്ട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് എല്ലായിടത്തും ആനകളാ, ഫുള്ള് ആനകൾ. ഇവിടെ ഒരു ആന വിളിച്ചോണ്ടിരിക്കുന്നത്, അവിടെ ഒരു ആന, അവിടെ അവിടെ എന്താ ചെയ്യുന്നത്, വെറുതെ പിന്നെ അമ്പലം ഫുള്ളാനകളോ ഗൈസ്. ഞങ്ങൾ പെരുവനം പൂരത്തിന് വന്നേക്കാണ്. ആദ്യമായിട്ടാണ് പെരുവനം അമ്പലത്തിലിരിക്കുന്നത്. ഞാനും സച്ചിനും അമ്പലം കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ പൂരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയോ കുത്തിക്കയറി അതിനുള്ളിലൊരു സൈഡിൽ ഞങ്ങൾ സ്ഥലം പിടിച്ചു കിട്ടും. കുറച്ച് നേരം സൈഡിലൊക്കെ നിന്ന് പൂരം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, ആകെ വേർത്ത് കുളിച്ചൊരു പരിവായി. ആശേൻ്റെ ആഗ്രഹത്തിന് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അവളുടെ തന്നെ എക്സ്പ്രഷൻ ഫസ്റ്റ് അറിയാമെന്ന് വെച്ചാൽ അവൾക്ക് തന്നെ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ കൊടുക്കുകയാണ്. എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കി. എക്സ്പ്രഷൻ കുറച്ച് നേരം പൂരമൊക്കെ കണ്ടെന്നിട്ട് ഞാൻ ആശേൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞ് ഞാനും സച്ചിനും കൂടെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ബൂസ്റ്റ് കുലിക്കൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ പൂരപ്പറമ്പിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അപ്പോൾ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, ചന്ന മസാല അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് മുകളിൽ മൂണുണ്ടായിരുന്നു, അതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഓൾവേസ് ഉള്ള പോലെ തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു ഒല സ്കൂട്ടർ അടിക്കുന്നത്. അയ്യോ, അത് കണ്ടപ്പോൾ എനിക്ക് പേടി. തിരിച്ചു പോകുന്ന സമയത്ത് ആറാട്ടുപുഴ അമ്പലം കൂടിയിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. ആ പൂരത്തിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരം നടക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്.